1944 ഏപ്രിലിൽ ഓഷ്വിറ്റ്സിൽ നിന്ന് ധീരമായി രക്ഷപ്പെടാൻ പദ്ധതിയിട്ട 2 സ്ലോവാക്ക് ജൂതന്മാരായിരുന്നു റുഡോൾഫ് വെർബയും ആൽഫ്രഡ് വെറ്റ്സ്ലറും. ഇരുവരും ക്യാമ്പിനുള്ളിൽ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളിൽ പ്രവർത്തിച്ചിരുന്നു. ഇത് ക്യാമ്പിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് അറിവ് നൽകി. തങ്ങളെ രക്ഷിക്കാൻ മാത്രമല്ല, ഉള്ളിൽ നടക്കുന്ന കൂട്ട ഉന്മൂലനങ്ങളെ തുറന്നുകാട്ടാനാണ് അവർ പലായനം ചെയ്യാൻ തീരുമാനിച്ചത്. അവരുടെ പദ്ധതി ലളിതവും അവിശ്വസനീയമാംവിധം അപകടവുമായിരുന്നു. സഹതടവുകാരുടെ സഹായത്തോടെ അവർ പാളയത്തിന്റെ പുറത്തെ വേലിക്കടുത്തുള്ള പൊള്ളയായ മരത്തടിക്കുള്ളിൽ ഒളിച്ചു. കാവൽ നായ്ക്കളെ എറിയാൻ അവർ പുകയില കലർത്തിയ പെട്രോൾ മുക്കിയ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് ആ പ്രദേശത്ത് നിരത്തി. ഒരു കാവൽക്കാരൻ കടന്നുപോകുമ്പോഴെല്ലാം ശ്വാസം അടക്കിപ്പിടിച്ചുകൊണ്ട് SS അവരെ തിരഞ്ഞപ്പോൾ 3 രാത്രിയും 4 പകലും അവർ അനങ്ങാതെ കിടന്നു. നാസികൾ തിരച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ രണ്ടുപേരും ഇഴഞ്ഞു നീങ്ങി സ്ലോവാക്കിയയിലേക്ക് 80 മൈൽ യാത്ര ആരംഭിച്ചു. അവർ കണ്ടെത്തുന്ന ഭക്ഷണത്തെ അതിജീവിക്കുകയും അനുകമ്പയുള്ള നാട്ടുകാരെ ആശ്രയിക്കുകയും ചെയ്തു. സ്ലോവാക്കിയയിലെത്തിയ അവർ യഹൂദ നേതാക്കളുമായി സമ്പർക്കം പുലർത്തുകയും ഓഷ്വിറ്റ്സിൽ അവർ കണ്ടതെല്ലാം വിവരിക്കുകയും ചെയ്തു. അവരുടെ അക്കൗണ്ട് വെർബൗട്ട്സർ റിപ്പോർട്ട് ആയി മാറി. ക്യാമ്പിന്റെ ലേഔട്ട്, ഗ്യാസ് ചേമ്പറുകൾ, തടവുകാരെ ആസൂത്രിതമായ കൊലപാതകം എന്നിവ വിശദീകരിക്കുന്ന 32 പേജ് രേഖ. ലക്ഷക്കണക്കിന് യഹൂദന്മാരെ മരണത്തിലേക്ക് അയക്കുന്നുവെന്ന് തെളിയിക്കുന്ന ഗതാഗത ഷെഡ്യൂളുകൾ പോലും അവർ നൽകി. ഈ റിപ്പോർട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് കടത്തുകയും ഒടുവിൽ സഖ്യസേനയിൽ എത്തുകയും ചെയ്തു. സ്വിറ്റ്സർലൻഡിലെയും ബ്രിട്ടനിലെയും പത്രങ്ങൾ അതിന്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചു. ഒടുവിൽ നാസികളുടെ ഉന്മൂലന ശ്രമങ്ങളുടെ അനിഷേധ്യമായ തെളിവുകൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നു. വിൻസ്റ്റൺ ചർച്ചിലിനെയും ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിനെയും പോലുള്ള നേതാക്കളിൽ എത്തിയപ്പോൾ ഓഷ്വിറ്റ്സിലേക്കുള്ള ജൂതന്മാരെ നാടുകടത്തുന്നത് തടയാൻ ഹംഗറിയുടെ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തി. തൽഫലമായി ഹംഗേറിയൻ ജൂതന്മാരുടെ ആസൂത്രിത നാടുകടത്തൽ വൈകുകയും 2 ലക്ഷം ജീവൻ രക്ഷിക്കുകയും ചെയ്തു.